കെ റൌഫിനെ പ്രേരിപ്പിച്ചുവെന്ന വാർത്തയ്ക്ക് പിന്നിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ ആരോപിച്ചു. കാസർകോട് വെടിവെപ്പിനെക്കുറിച്ച് അന്വേഷിച്ച നിസാർ കമ്മീഷനെ പിരിച്ചുവിട്ട മിടുക്കനാണ് കുഞ്ഞാലിക്കുട്ടി. ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ശ്രമം. ഈ ജാലവിദ്യകളൊന്നും കൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം കേസിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നും വി.എസ്. അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPM പൊളിറ്റ് ബ്യൂറോ അംഗം M.K. പാന്തിയുടെ നിര്യാണത്തിൽ അനുശോചനമറിയിക്കാനാണ് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ മാധ്യമങ്ങളെ കണ്ടത്. തൃശൂരിൽ കെ റൌഫുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടും വി.എസ്. പ്രതികരിച്ചു. വധഭീഷണിയുണ്ടെന്ന പരാതിയുമായാണ് റൌഫ് തന്നെ വന്ന് കണ്ടത്. CPIM നേതാക്കൾക്കെതിരെ വെളിപ്പെടുത്തലുകൾ നടത്താൻ താൻ പ്രേരിപ്പിച്ചുവെന്ന് റൌഫ് പറയാനിടയില്ല. പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ് ഇത്തരം വാർത്തകൾക്ക് പിന്നിലെന്നും വി.എസ്. അച്യുതാനന്ദൻ ആരോപിച്ചു. റൌഫ് അങ്ങനെയൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പറയാൻ സാധിക്കില്ല. കാരണം അങ്ങനെയൊന്നും തിരിച്ചുവിട്ടാൽ ഇത് തിരിഞ്ഞു പോകുന്നതല്ല. കാസർഗോട്ട് വർഗീയതകളെ ഉണ്ടാക്കാൻ നടത്തിയ ശ്രമം പോലീസ് തന്നെ പുറത്തു കൊണ്ടുവന്നതിനെ തുടർന്ന് ആ അന്വേഷണ കമ്മീഷനെ തന്നെ പിരിച്ചുവിടാൻ വേണ്ടി സ്വാധീനം ഉപയോഗിക്കാൻ കഴിഞ്ഞ വിദ്വാനാണ് കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം ഇതേപോലുള്ള നിരവധി നുണകൾ ഈ കാര്യം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ്. ഒരു വേഴവട്ടക്കാലം പി.കെ. കുഞ്ഞാലിക്കുട്ടി കൊച്ചു പെൺകുട്ടികളെ എന്തു ചെയ്തു എന്നതിന് രേഖകളുണ്ട്. ഐസ്ക്രീം പാർലർ കേസിലെ സാക്ഷികളെ പോലും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. തനിക്ക് സ്വാധീനമുള്ള മാധ്യമങ്ങളെ ഉപയോഗിച്ച് വാർത്തകൾ വരുത്താൻ പി.കെ. കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കുന്നു. UDF സർക്കാരിലെ മന്ത്രിമാർക്കെതിരെയുള്ള അന്വേഷണങ്ങൾ അട്ടിമറിക്കാനുള്ള നീക്കവുമുണ്ട്. ജാലവിദ്യകൾ കൊണ്ടൊന്നും ഐസ്ക്രീം കേസിൽ നിന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി രക്ഷപ്പെടില്ലെന്നും വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. നീതിപീഠം കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഉറപ്പിക്കുക തന്നെ ചെയ്യും. ഇത്തരം ജാലവിദ്യകളൊന്നും തന്നെ എന്റെ അടുക്കലും നടക്കില്ല. ഇത്തരം ജാലവിദ്യകൾക്കൊന്നും തന്നെ കൊണ്ടൊന്നും തന്നെ ഇത്തരം കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.